ഹായ് ഫ്രണ്ട്സ്, കക്കാട് തങ്ങൾപ്പടിയിൽ വരുന്ന ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിലുള്ള അനുമതി ലഭ്യമാക്കിയ ഡോക്ടർ MP അബ്ദുസ് സമദ് സമദാനി സാഹിബിന് കക്കാട് പൗരാവലിയുടെ ആദരം. വൈകിട്ട് 4 മണിക്ക് കക്കാട് ജംഗ്ഷനിൽ വെച്ച് നടന്ന സ്വീകരണ പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൽ ഇക്ബാൽ സാഹിബിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി സാഹിബ് ഉദ്ഘാടനവും അബ്ദുസ് സമദ് സമദാനിയുടെ മുഖ്യ പ്രഭാഷണവും നടന്നു. നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പെടണമെങ്കിൽ കിലോമീറ്റർ സഞ്ചരിക്കേണ്ട പ്രയാസം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട് വലിയൊരു യജ്ഞം തന്നെ നടത്തുകയുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സീനിയർ സിറ്റിസൺ ഫോറം പ്രിയപ്പെട്ട ചപ്പങ്കത്തിൽ പങ്ങിണിക്കാട് മൊയ്തീൻകുട്ടി മാസ്റ്ററുടെയും പ്രിയപ്പെട്ട കുറുക്കൻ അബ്ദുറഹ്മാൻ സാഹിബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നിരവധി പേരിൽ ഒപ്പ് ശേഖരിച്ച് നഗരസഭയിലും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജനപ്രതിനിധികൾ അവരെയും കൂട്ടി മലപ്പുറം കളക്ടറേറ്റിലും പ്രിയപ്പെട്ട സമദാനി സാഹിബിനും MLAക്കും ഒക്കെ തന്നെ നിവേദനങ്ങൾ നൽകുകയുണ്ടായി. അതിന്റെ പിന്നാലെ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രമേയമെടുത്ത് പാസ്സാക്കിയിട്ടുണ്ടായി. ആ പ്രമേയങ്ങളും ആ ഭീമ ഹർജിയും ഒക്കെ തന്നെ ചെല്ലുന്നത് MP-യിലൂടെ പ്രിയപ്പെട്ട നേരത്തെ മുഹമ്മദ് ബഷീർ സാഹിബ്, പിന്നീട് അബ്ദുസ് സമദ് സമദാനി സാഹിബിലൂടെ ദേശീയപാത പ്രൊജക്ട് അതോറിറ്റിക്ക് നമ്മൾ കൈമാറുകയുണ്ടായി. വേറെ സന്തോഷകരമെന്ന് പറയട്ടെ, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർത്തിയ കക്കാടുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ എല്ലാ ആവശ്യങ്ങളും പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ചരക്ക് റോഡുമായി ബന്ധപ്പെട്ട് നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് നാഷണൽ ഹൈവേ കക്കാട് വഴി തന്നെ. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രദേശം കൂടിയാണ് PSM കോളേജിലെ കക്കാട് റോഡ്. അദ്ദേഹം പ്രസംഗത്തിലൊക്കെ പറയാനുള്ള മഹാരഥന്മാരായ ആളുകളുടെ കാൽപ്പാടുകൾ ഇവിടെ പതിഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിലാണ് വന്യവയോധികരായ പങ്ങിണിക്കാട് മൊയ്തീൻകുട്ടി മാഷ് ഇപ്പോഴെല്ലാം സുഖല്ല കിടക്കുന്നത്. അദ്ദേഹം ഒക്കെ ഒന്ന് കൈ തന്നു, എനിക്കൊന്ന് അങ്ങോട്ട് കയറി അപ്പുറത്ത് കിടക്കാൻ എൻ്റെ കാലിൻ്റെ മുട്ടോട്ട് പോയാതെ എങ്ങനെ ലിഫ്റ്റ് കിട്ടിയാൽ തന്നെ പോകാൻ പറ്റാതെ അങ്ങനെ അല്ലാതെ നിർബന്ധമായി ചർച്ച സൗഖ്യത്തെ മാഷും ഇക്ബാൽ ഞങ്ങൾ കൂടെ സമ്മർദ്ദം വന്നു. ഇങ്ങനെ ഞങ്ങൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് നഗരസഭയുടെ ലെറ്റർ ഹെഡിൽ ലോ കൗൺസിൽ പാസ്സാക്കി പരിപാടികൾക്ക് അയച്ചു. അതിന് മുമ്പ് സമദാനി സാഹിബ് മലപ്പുറം MP ആയിരിക്കുമ്പോൾ ചങ്കുവട്ടിയിൽ ആദ്യമായി നമ്മളൊരു യോഗം കൂടി, ഞാനും ഇക്ബാലും അതിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് ഞങ്ങൾ കാച്ചടിക്കൽ അണ്ടർപാസിൽ പഠിച്ചു നിവേദനം കൊടുത്തു. ആ നിവേദനം പാസ്സാക്കുകയും കുറേയൊക്കെ ഇല്ലാതാവുകയും ചെയ്തു. വീണ്ടും ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി ജില്ലാ കളക്ടറേറ്റ് അതിന് അനുവാദം കിട്ടി. ഇതിനിടയിലാണ് ഈ പ്രദേശത്താകെ പൊന്നാനി മുതൽ കൂരിയാട് വരെയുള്ള പ്രദേശങ്ങളിൽ ഹൈവേയുടെ ഓളം തെറ്റിയ സ്റ്റോപ്പും കാര്യങ്ങളും അവരൊക്കെ വന്നാൽ തുടങ്ങി. ഞങ്ങൾ വീണ്ടും ശ്രമിച്ചു. ബഹുമാനിയായിട്ട് മുഹമ്മദ് ബഷീറിൻ്റെ സാഹിത്യത്തോടെ ഒന്ന് സമദാനി സാഹിബ് മലപ്പുറത്തായിരുന്നെങ്കിലും ഈ റൂട്ടിൻ്റെ സ്ഥിരം യാത്രക്കാരായതുകൊണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അത് പ്രകാരം ഞങ്ങൾ ആവശ്യപ്പെട്ട കാച്ചിലെ എക്സിറ്റ് എൻട്രിയും കാച്ചിലിൽ തന്നെ കിട്ടി. ആ കാച്ചിലുമായി അദ്ദേഹത്തിനൊരു അടുപ്പം കൂടുതൽ സ്ഥലമാണ്. പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടത് ഫുട് ഓവർക്കിന് വേണ്ടിയാണ്. കക്കാട് സ്ഥലം തന്നാൽ തരാമെന്ന് അവർ പറഞ്ഞത്. ആ സ്ഥലമൊക്കെ അവിടെ തന്നെ ലഭ്യമായിരുന്നു. സമ്മർദ്ദം കൊണ്ട് നടക്കുമെങ്കിൽ സമദാനി സാഹിബിന് എല്ലാ ഇന്ത്യയിലെ ഭാഷകളും അറിയാവുന്നത് കൊണ്ട് എല്ലാ ഭാഷകളിലും അതിൽ നിർബന്ധപൂർവ്വം ചെലുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരതിനായി യോഗം കൂടിയിട്ടുണ്ട്. പല കക്കാടിൻ്റെ ഈ ആദര പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ഇവിടുത്തെ പ്രിയങ്കരനായ നഗരസഭാ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതോടൊപ്പം ഈ കാര്യങ്ങളിലൊക്കെ വളരെ വലിയ താല്പര്യം, ഇതൊക്കെ നടക്കുന്നതിൻ്റെ പിന്നിൽ ശക്തമായ പ്രേരണയായി എപ്പോഴും നിലകൊണ്ടിട്ടുള്ള പ്രശസ്ത പത്രപ്രവർത്തകൻ കൂടിയായ എൻ്റെ സഹോദരൻ ഇക്ബാൽ കല്ലുങ്ങൽ, ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രഗത്ഭനായ ബഹുമാന്യനായ നഗരസഭയുടെ ചെയർമാൻ എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമായ KP മുഹമ്മദ് കുട്ടി സാഹിബ്,
ഇവിടെ ഇരിക്കുന്നവരൊക്കെ, വേദിയിലും സദസ്സിലുള്ളവരൊക്കെ എനിക്ക് വളരെ ബഹുമാന്യരാണ്. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചെയർപേഴ്സൺമാരും കൗൺസിൽ അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സുലൈഖ കാലൊടി, CH അയ്യൂബ്, തയ്യബ് അമ്പാടി, CC നാസർ, മൊയ്നുൽ ഇസ്ലാം, ആരിഫ വലിയാട്ട്, സുജിനി കടക്കയിൽ, വഹീദ ചമ്പ, നമുക്ക് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഷൗക്കത്തലി മാസ്റ്റർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു പ്രസംഗത്തിൻ്റെ ഒന്നും സമയമല്ല ഇത്. എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇത് വളരെ ലളിതമായ ഒരു ചടങ്ങാണെങ്കിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രതീകാത്മകമായ ചടങ്ങിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞത് വളരെ ശരിയാണ്. അത് സിംബോളിക്കായി ഇതൊന്നും വിചാരിച്ചിട്ടില്ല, ഇത്ര പെട്ടെന്ന് ഇത് പാസ്സാവുമെന്നും വിചാരിച്ചിട്ടില്ല. ഇനിയും നമുക്ക് ചിലത് പാസ്സായി കിട്ടേണ്ടതുണ്ട്. ഓവർ ബ്രിഡ്ജുകൾ ഓരോന്നായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷമുണ്ട്. ഇന്നലെയാണ് ഇതിൻ്റെ ലെറ്റർ പെട്ടെന്ന് ആകസ്മികമായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണെങ്കിലും നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ, കൊച്ചി പ്രൊജക്ട് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചത് വലിയ സന്തോഷമുണ്ടായി. ഇവിടെ നമ്മളെ നാട്ടുകാർ വളരെ ആഗ്രഹിച്ചതാണത്. ഇത് നമ്മളിതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ വന്നപ്പോൾ വലിയ സൗകര്യമാണ്, പറയേണ്ടതില്ലല്ലോ. പെട്ടെന്ന് നമ്മൾ കോഴിക്കോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൃശ്ശൂർ എല്ലാ ഭാഗത്തേക്കും പോകാൻ നല്ല സൗകര്യമാണ്. പക്ഷെ അത് വന്നപ്പോൾ കുറച്ച് സ്വാഭാവികമായി ഒരു പുതിയ റോഡ് വരുമ്പോൾ നാട്ടുകാർക്ക് ചില അസൗകര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇതുപോലുള്ള റോഡ് നമുക്ക് അത്ര പരിചയമുള്ളതല്ല. വലിയ വീതി, നമ്മൾ അങ്ങാടിയൊക്കെ ആകെ മാറിയില്ലേ. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പഴയ സ്ഥലങ്ങളൊന്നും കണ്ടാത്തവരെ ഒരിക്കലും മനസ്സിലാവില്ല. ഇപ്പോൾ കരിമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയെന്ന് തീക്കൂടി പോകുമ്പോൾ പണ്ട് പോയവർക്ക് തീരെ മനസ്സിലാവില്ല, കാണൂല്ല. കാരണം റോഡ് ചിലപ്പോൾ ഉയരത്തിലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ റോഡ് വളരെ അടിയിലാവും. പരിസരം കണ്ടിട്ട് പോലും തിരിച്ചറിയാൻ കഴിയില്ല. ആ രീതിയിലുള്ള മാറ്റമാണ്, വലിയ വികസനമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടായ ഒരുപാട് സംഗതികൾ, അസൗകര്യങ്ങളുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ. ഒരങ്ങാടി രണ്ടായി, പകുത്തുപോയ പോലെയായി. പലയിടത്തും കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായി. നമ്മളെന്നും നാഷണൽ ഹൈവേ അധികൃതരുടെയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ റോഡുണ്ടാക്കുന്ന പോലെ റോഡുണ്ടാക്കാൻ പറ്റിയ സ്ഥലമല്ല കേരളം. ഇവിടെ പ്രത്യേക പരിഗണന വേണ്ട ഒരു വിഷയമുണ്ട്. അത് ജനസംഖ്യയാണ്. തിങ്ങി നിറഞ്ഞ അങ്ങാടികളാണ്, കവലകളാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ചില സ്ഥലങ്ങളോട് റോഡ് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു കെട്ടിടമൊന്നും ഉണ്ടാവില്ല, ഒഴിഞ്ഞ പ്രദേശമായി. അവിടെ ഭൂമി കിട്ടാനും എളുപ്പമാണ്, റോഡ് ഉണ്ടാക്കാനും എളുപ്പമാണ്. അവിടെ മാതിരി പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടാകുന്നില്ല. നമ്മളവിടെ അങ്ങനല്ല. മുഴത്തിന് അങ്ങാടിയാണ്. അങ്ങാടി എന്ന് പറഞ്ഞാൽ ഓരോ അങ്ങാടിയല്ലല്ലോ, അവിടെ കച്ചവടവും പരിപാടികളും, പിന്നെ തൊട്ടടുത്ത് സ്കൂളും മദ്രസയും, മൃതദേഹങ്ങൾ കൊണ്ടുപോയി അടക്കം ചെയ്യുകയോ സംസ്കരിക്കുകയോ ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അതിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അത് വലിയൊരു പ്രയാസം ഉണ്ടാക്കിയതാണ് ഈ റോഡ് വന്നപ്പോൾ പല സ്ഥലത്തും. അതിൻ്റെ ഇടയിൽ നമ്മുടെ തൊട്ടടുത്താണ്, ഇപ്പോൾ ഈ കക്കാട് അടുത്താണ് കൂരിയാട്. വലിയൊരു അപകടാവസ്ഥ ഒഴിവായി എന്ന് പറയണം. അതും പറഞ്ഞ മാതിരി കേരളത്തിൻ്റെ പ്രത്യേകത വേണ്ടത്ര കണക്കിലെടുക്കാതെ ഉണ്ടാക്കിയത് കൊണ്ടാണ്. ആ പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായ തകരാറാണ്. ഒരു പാടമാണ്, എപ്പോഴും വെള്ളമാണ്, അതൊക്കെ നോക്കണം. അപ്പോൾ അത് തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലായി, അത് ബോധ്യപ്പെട്ടു അധികൃതർക്ക്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അവരെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തി പോകുന്നതാണെങ്കിലും പലതും അനുവദിക്കാൻ വളരെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ചിലതൊന്നും അനുവദിക്കാറില്ല. നമ്മളെന്നാലും അതിൻ്റെ ഇടയിൽ നമ്മളെ ശ്രമങ്ങൾ നിരന്തരം തുടർന്നിട്ടുണ്ട്, തുടർന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഇപ്പോൾ ഈ വിഷയം തന്നെ നമ്മൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാണ്. കക്കാട് ഈ സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ അവതരിപ്പിച്ചതാണ്.
ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ പോയതാണ്, അവിടെയും ഇത് അവതരിപ്പിച്ചതാണ്. പിന്നെ അതിൻ്റെ ഇങ്ങോട്ട് ചോട്ട് JO റീജിയണൽ ഓഫീസർ തിരുവനന്തപുരത്ത് ഹൈവേയുടെ, കൊച്ചിയിലെ പ്രൊജക്ട് ഡയറക്ടർ PD, അവിടെ 3 ഓഫീസർമാർ മാറി വന്നു. അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഏതായിരുന്നാലും ഞാനത് നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇവിടെ ഇക്ബാലും ഷൗക്കത്ത് മാഷും ഒക്കെ സംസാരിച്ച പോലെ അതിൽ വളരെ നിർണായകമായി തീർന്നത് നമ്മൾ ഇതിനകത്ത് വിളിച്ചു ചേർന്ന 2-3 യോഗങ്ങൾ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. നിവേദനങ്ങൾ കൊടുക്കലും അവരെ കാണലും മാത്രമല്ല, 2-3 യോഗങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബിയുടെ MP ആയിരുന്ന കാലത്ത് ജനങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ട് ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട KP മജീദ് സാഹിബ്, അദ്ദേഹത്തോടെ ഇല്ലെങ്കിലും അദ്ദേഹത്തെ പരിപാടിയിലാണ് ഇക്ബാൽ പറഞ്ഞതുപോലെ, അദ്ദേഹം വളരെ തുടക്കം മുതൽ വളരെ സജീവമായ താല്പര്യത്തോടു കൂടി ഹൈവേ വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും യോഗങ്ങളിൽ മാത്രമല്ല അല്ലാതെയും എല്ലാ സമ്മർദ്ദങ്ങളും ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ വളരെ വലിയ താല്പര്യം എടുത്തിട്ടുണ്ട്. നഗരസഭയുടെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ എല്ലാ ശ്രമങ്ങളും ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ കൗൺസിലർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇക്ബാൽ എപ്പോൾ ചോദിച്ചാലും എപ്പോഴും ഇത് തന്നെയാണ് പറയാം. എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന സുഹൃത്താണ് ഇക്ബാൽ. മാത്രമല്ല ഇക്ബാൽ പറയായിരുന്നു എന്നോട്, അങ്ങനെ എങ്ങനെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു, കക്കാടി ഓവർ പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു എന്ന് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വലിയ മനപ്രയാസം തോന്നാറുണ്ട്. ശരിയാവുന്ന ധൈര്യം അവർ പാസ്സാക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴും ഇതിനു മുമ്പ് രണ്ടത്താണി പാസ്സായി, ഇപ്പോൾ ഇവിടെ പാസ്സായി, കോയിച്ചന പാസ്സായി, ഇനി ഒരു 4-5 സ്ഥലങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് കിടക്കുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ. ഏതായിരുന്നാലും ഇതിവിടെ അനുവദിക്കപ്പെട്ടു, നമുക്കതിൻ്റെ അപ്രൂവൽ ലഭിച്ചു, അതിൻ്റെ കത്ത് കിട്ടി. ഞാൻ എൻ്റെ പണി വേഗം തുടങ്ങും. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയായി ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന പ്രത്യാശയോടുകൂടിയുള്ള സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കക്കാടിന് സന്തോഷിക്കാൻ എല്ലാ അർത്ഥത്തിലും അവകാശമുണ്ട്. ഇവിടെ നമ്മൾ ആവശ്യപ്പെട്ടത്, എനിക്ക് തന്നെ എല്ലാം അത്ഭുതം ഉണ്ടായതാണ്. അന്നത്തെ യോഗത്തിൽ PDയോട് വളരെ ശക്തമായിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഈ പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്നിടത്ത് അത് നമ്മുടെ കൗൺസിലർ സുജിനി അത് വളരെ താല്പര്യത്തോടെ പറഞ്ഞപ്പോൾ സുജിനിക്ക് പോലും ഉറപ്പില്ലത് ഇത്ര പെട്ടെന്ന് നടക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ ശക്തിയായിട്ട് ആവശ്യപ്പെട്ടു പ്രൊജക്ട് ഡയറക്ടറോട്. അതിൻ്റെ പണി ഇപ്പോൾ തുടങ്ങി തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ തീരാനിരിക്കുകയാണ്. അതും അത്ര ചെറിയ കാര്യമില്ല, മുമ്പുണ്ടായിരുന്നൊരു സൗകര്യമാണ്, എന്നാലത് പുനഃസ്ഥാപിക്കണം. ലൈറ്റിൻ്റെ കാര്യം ഇവിടെ ഇക്ബാൽ പറഞ്ഞു. ലൈറ്റ് അവരുടെ ലൈറ്റ് സ്ഥാപിച്ചെങ്കിലും കുറച്ചുകൂടി ലൈറ്റ് നമുക്ക് വേണം. കക്കാട് വലിയൊരു സ്ഥലമാണ്, വലിയൊരു ജംഗ്ഷനാണ് കക്കാട്, വലിയൊരു അങ്ങാടിയാണ്. അപ്പോൾ ഇതൊക്കെ കൂടിയായിട്ട് ഇപ്പോൾ റോഡൊക്കെ കൂടി വന്ന് ഇനി ഒന്നുകൂടി സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ച് അങ്ങാടി ഒന്നുകൂടി വികസിക്കും. അതിനുള്ള എല്ലാ സാധ്യതയും കക്കാട്ടുണ്ട്. ചില അങ്ങാടി ഇല്ലാതായല്ലോ, ചില അങ്ങാടി ടച്ച് ചെയ്യണില്ലല്ലോ. ഇപ്പോൾ ചങ്കുവെട്ടി അതിൽ കൂടിയാണ് ഇപ്പോൾ റോഡ് പോയത്, ഇപ്പോൾ അവിടെ പോണില്ല. ചങ്കുവെട്ടി ഇപ്പോൾ ഇതിലില്ല. നേരെ സ്വാഗതമാണെന്ന് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ തൊട്ടടുത്തുള്ള പാലച്ചിറമാട്ട് കയറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചില അങ്ങാടി ഇല്ലാതായി. പക്ഷെ കക്കാടിനെ സംബന്ധിച്ച് ഇല്ലാതാവലുണ്ടായത് ഒന്നുകൂടി കക്കാട് വികസിക്കുകയും അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയുമാണ് ഇതിലൂടെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ലൈറ്റ് കൂടുതൽ ആവശ്യപ്പെട്ടത്. അതിവിടെ ഇക്ബാൽ വിശദീകരിച്ചു, അതും അനുവദിക്കപ്പെട്ടു. പിന്നെ അതേമാതിരി തന്നെ ചെനക്കൽ റോഡിൻ്റെ കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അവിടുന്ന് ചെനക്കലെ പ്രദേശത്തെ പ്രശ്നം അതും അവിടെ വെച്ച യോഗത്തിൽ അനുവദിക്കപ്പെട്ടു. ആളുകൾക്ക് നിൽക്കാനുള്ള നല്ല വെയിറ്റിംഗ് ഷെഡ് വേണമെന്നുള്ളതിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് നിലനിർത്തിക്കൊണ്ട് വേറൊന്ന് അനുവദിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും എല്ലാവർക്കും, യാത്രക്കാർക്ക് നിൽക്കാൻ. ഈ കാര്യത്തിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ ഇത്രയും താല്പര്യത്തോടു കൂടി അതിനുവേണ്ടി പ്രവർത്തിച്ചത് എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. നാഷണൽ ഹൈവേ ഇത് അനുവദിച്ച അധികൃതരോടും നന്ദി പറയുകയാണ്. മാത്രമല്ല പ്രത്യേകിച്ച് നമ്മുടെ പ്രൊജക്ട് ഡയറക്ടർ കൊച്ചി, അവർക്കൊക്കെ ഞാൻ പ്രത്യേകം ഈ നിങ്ങൾ ഒരുക്കിയ ഈ യോഗത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ചും നാട്ടുകാരുടെ പേരിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച അവരുടെ എല്ലാവരുടെയും പ്രയത്നം, അതുകൊണ്ടാണിത് പൂർത്തിയാക്കപ്പെട്ടത്. നമുക്കിനിയും
വികസനം പരിപാടികളൊന്നും അവസാനിക്കുന്നില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഒറ്റക്കെട്ടായി നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലളിതമെങ്കിലും വളരെ നിറഞ്ഞ സ്നേഹത്തോടെ നൽകിയിട്ടുള്ള ഈ ഒരു ആദരത്തിന് അല്ലെങ്കിൽ പരിപാടിക്കുന്ന എന്ത് പേരിട്ടാലും കൊള്ളാം, അത് ജനങ്ങളുടെ ഒരു വികാരമാണ്, ജനങ്ങളുടെ ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത്. അതിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്ക് അവസാനിക്കും.